സഖാക്കളെ, നാട്ടുകാരെ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും കേരളീയ കലാലയങ്ങളുടെ ഏകശബ്ദമായി മാറിക്കഴിഞ്ഞ SFIയെയും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഞങ്ങളുടെ യുവജന സംഘടനയെയും ഒക്കെ തന്നെ ഈ നാട്ടിലെ ഓരോ മടൽത്തിരിക്കും സുപരിചിതമാണ്. ഞങ്ങളെ നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ നാടുള്ള കാലമൊട്ടുക്കും ശിരസുയർത്തിപ്പിടിച്ച് ഈ നാടിന്റെ പതിതവർഗത്തിന് വേണ്ടി പടപൊരുതുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട യുവജന സംഘടനയാണ് DYFI. കേരളീയ കലാലയങ്ങളിൽ വർഗീയതയുടെ വിഷസർപ്പങ്ങൾ എപ്പോഴെല്ലാം പണം വിടർത്തുമോ അപ്പോഴെല്ലാം വിഷസർപ്പങ്ങളെ തല്ലിക്കെടുത്തുവാൻ കേരളീയ കലാലയങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും പടപ്പുറപ്പാടിനിറങ്ങി പുറപ്പെട്ട മഹാസംഘടനയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI. ഈ നാടിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന ജനാധിപത്യ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഈ ഭൂമിക എനിക്കും നിങ്ങൾക്കും പടുത്തുയർത്തി തന്ന മഹാപ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങളെ എതിരിടാൻ ചില കൂട്ടർ വന്നിരിക്കുന്നു. ചിലർക്കു ഞങ്ങളുടെ ചോര കുടിക്കണം. അതിലൊരു കൂട്ടരത്രേ ഈ നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ഈ പ്രദേശത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നമായ ഈ കുന്നിൻ മുകളിലെ ഈ ചെറിയ കലാലയത്തിൽ വർഗീയതയുടെ ചോരത്തിളപ്പുമായി കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടർ പേര് ക്യാമ്പസ് ഫ്രണ്ട്. അവരിപ്പോ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട്? എന്തിനാണാവോ ഈ പോപ്പുലർ ഫ്രണ്ട്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് അവർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. എന്തിനാ പറയുന്നത്? പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ, പോപ്പുലർ ഫ്രണ്ടുകാരാ, നിനക്കറിയാവുന്നതിനേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. 1993 നീയൊക്കെ ഉണ്ടായതിന് ഈ സംഘടന ഒരു ദുശകുനം പിടിച്ച ഒരു ദിവസം ഇവിടെ പിറവിയെടുത്തെങ്കിൽ ആ പിറവിയെടുക്കുന്നതിനിടയായ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എവിടെയുണ്ടായി? ആ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമാണ്. സർവ്വതിനെയും ചരിത്രവൽക്കരിക്കുക എന്ന ഫ്രെഡറിക് ജെയിംസിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. എന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ചരിത്രപരമായ അംശമുണ്ടാകും. NDF എന്തുകൊണ്ടുണ്ടായി എന്നും പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിന് അറിയാവുന്നതിനേക്കാൾ നിങ്ങളെ പഠിക്കുന്ന, നിങ്ങളെ വിമർശിക്കുന്ന ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ പറയാം ഈ നാടിനോട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് NDF എന്ന സംഘടന. പല പേരുകൾ, ഏതൊക്കെ പേരാണ് പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായെന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ടിന് പോലും അറിയില്ല. ഈ ക്യാമ്പയിന്റെ ഭാഗമായി അവർ ഇത്രയും കാലം ഉണ്ടാകുന്ന പേരുകൾ കൂടി പറയണം. ആദ്യം മനുഷ്യാവകാശ സംഘടനയായി പിറവിയെടുത്ത സംഘടനയാണ്. കേരളത്തിലെ ചില മനുഷ്യാവകാശ മുഖമുള്ള പൊതുപ്രവർത്തകരെ, യശസ്വരനായ മുകുന്ദൻ സീമേരോരെ എല്ലാം ഇവരുടെ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നൊരു സംഘടനയാണ്. NDF പിറവിയെടുത്തതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഹു ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇന്ത്യ ലിവ്സ്. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ഭരിക്കുക? ഇന്ത്യ മരിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണം. ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാചകമാണിത്. ഇന്ത്യയുടെ മതേതരത്വം ജീവനോടുകൂടി നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ ഭൂരിപക്ഷം എങ്ങനെ ചിന്തിക്കുന്നുവെന്നല്ല, ന്യൂനപക്ഷത്തിന് എന്ത് തോന്നുന്നു എന്നതാണ് പ്രശ്നം. ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനസമൂഹം, ആ ജനസമൂഹത്തിന്റെ മനസ്സിൽ ഞങ്ങളുടെ ആരാധനയും വിശ്വാസവും അനുസരിച്ച് ഇന്ത്യ എന്ന ഈ മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന ഒരു തോന്നലുകളുടെ കൂട്ടത്തിൽ വിദൂരതകളിലെങ്ങാൻ വന്നാൽ പോലും ഇന്ത്യയുടെ മതേതരത്വം തകർന്നു പോകും. പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. NDFകാരാ, ഞങ്ങൾക്ക് നന്നായി അറിയാം. 1992 ഡിസംബർ 6 പകൽ 12:15 ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും ഇതര അർദ്ധസൈനിക വ്യൂഹങ്ങളും അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് തോക്കിൻകുഴലുകൾ ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു നിൽക്കവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാണരുളിയിരുന്ന ഇന്ത്യയിൽ ബാബറി മസ്ജിദിന്റെ ഒടുവിലത്തെ താഴികക്കുടവും സംഘപരിവാർ സരയുവിന്റെ തീരത്ത് തച്ചു തകർത്തു തരിപ്പണമാക്കി നിലത്തിടുമ്പോൾ ഞങ്ങൾ ഈ കലാലയത്തിന്റെ ഭൂമികക്കുള്ളിൽ നിന്ന് ഈ നാടിന്റെ ഹൃദയത്തുടിപ്പേറ്റ് വാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയത്തിന്റെ പച്ച